ഹലോ, ഇന്നൊരു ഹെയർ ക്ലിപ്പ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ വളരെ ഈസിയാണ് നമുക്ക് ഈ ഒരു ഹെയർ ക്ലിപ്പ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ബാക്കി വരുന്ന കട്ട് പീസ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു ഹെയർ ക്ലിപ്പ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യണമെന്നുള്ളത് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഇങ്ങനത്തെ കട്ട് പീസസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് വേസ്റ്റായിട്ട് വരുന്ന പീസസ് ആണ് കേട്ടോ. അപ്പോൾ നമുക്കിത് ഇങ്ങനെയും യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതേ രീതിയിൽ ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ്. ഈ ഒരു വലുപ്പത്തിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. നമുക്ക് ഹെയർ ക്ലിപ്പ് എത്ര വലുപ്പത്തിലാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതേപോലെ 4 പീസാണ് നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ അളവ് വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതേപോലെ 4 പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 4 പീസും ഒരേ വലുപ്പത്തിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നമുക്കിത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യണമെന്നുള്ളത് നോക്കാം. ഇതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യണമെന്നുള്ളത് നോക്കാം. അപ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഇങ്ങനെ മടക്കി കൊടുക്കണം. ഇങ്ങനെ മടക്കുമ്പോൾ നല്ല വശം ഉള്ളിലോട്ട് വരുന്ന രീതിയിൽ വേണം നമ്മൾ മടക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. മടക്കി കൊടുത്തതിന് ശേഷം ഈ ഓപ്പൺ ആയിട്ടുള്ള ഈ 3 സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഒരു ഭാഗം ഓൾറെഡി ക്ലോസ്ഡ് ആയിട്ടാണല്ലോ ഇരിക്കുന്നത്. ഓപ്പൺ ആയിട്ടുള്ള 3 ഭാഗം നമുക്ക് ഇതുപോലെ അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തിട്ട് ഇതുപോലെ ജസ്റ്റ് ഇങ്ങനെ പിടിച്ചിട്ട് ജസ്റ്റ് 2 ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുക്കുക. അതിൽ ഒരു സൈഡ് ഇതുപോലെ തന്നെ കട്ട് ചെയ്യുക. അങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലേക്ക് നിന്ന് നമ്മളിതുപോലെ ഇങ്ങനെ മറച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ മറച്ചെടുക്കുന്നത് കൊണ്ടാണ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നല്ല വശം ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ മടക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞത്. ഇതിൻ്റെ 4 എഡ്ജസും ഇതുപോലെ ജസ്റ്റ് ഒന്ന് കത്രിക വെച്ചിട്ട് അല്ലെങ്കിൽ പോയിൻറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും വെച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കുക. അപ്പോൾ കറക്റ്റ് 4 വശം നല്ല രീതിയിൽ നമുക്ക് നല്ല ഷാർപ്പ്. ഇതിൻ്റെ കട്ട് ചെയ്തിട്ടുള്ള ഭാഗം താഴേക്ക് വരുന്ന രീതിയിൽ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ പ്ലീറ്റ്സ് എടുക്കുക. അപ്പോൾ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് എടുത്തതിന് ശേഷം നൂല് വെച്ചിട്ട് ഇത് കെട്ടിക്കൊടുക്കുക. ഈ പ്ലീറ്റ്സ് അഴിഞ്ഞ് വരാത്ത രീതിയിൽ നമുക്ക് കംഫർട്ട് ആവുന്ന രീതിയിൽ കെട്ടിക്കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതേപോലെയാണ് നമുക്ക് കിട്ടേണ്ടത്. ഇതേപോലെ 4 എണ്ണം നമ്മൾ ചെയ്തെടുക്കുക. സെയിം വലുപ്പമായിട്ടുള്ള 4 എണ്ണമാണ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത്. അങ്ങനെ ഇതുപോലെ ഒരു സൂചിയിൽ നൂല് കോർത്തെടുക്കുക. എന്നിട്ട് ഒരെണ്ണം എടുക്കുക. അതിൻ്റെ മുകളിലേക്ക് അടുത്തത് ഇതേപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഒരെണ്ണത്തിൻ്റെ മുകളിലേക്ക് ഒരെണ്ണം വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ തുന്നിയെടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് വേണത് ഒട്ടിച്ചും എടുക്കാം. പക്ഷേ തുന്നിയെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടിയും ബലത്തിൽ അതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ തുന്നിയെടുക്കുന്നത്. അടുത്തതും ഇതേപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ 4 ബോ യൂസ് ചെയ്തിട്ട് നമ്മൾ 2 എണ്ണമാണ് ഇതുപോലെ തന്നെ ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി ഇതുപോലത്തെ 2 സ്റ്റോൺ എടുത്തിട്ടുണ്ട്. ഈ സ്റ്റോൺ നമുക്കിതിനെ ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ സെൻറ്ററിൽ ആ നൂലിട്ട് കെട്ടിയിട്ടുള്ള ഭാഗം കുറച്ചും കൂടി ഇതിനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന കാരണം അത് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു സ്റ്റോൺ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ പശ യൂസ് ചെയ്തിട്ട് ഇതിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 2 എണ്ണത്തിലും ഇതുപോലെ ഇങ്ങനെ സ്റ്റോൺ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ക്ലിപ്പാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ടിക് ക്ലിപ്പ് ഉണ്ടെങ്കിൽ അതും യൂസ് ചെയ്യാം. അപ്പോൾ ഇതിൽ പശ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിങ്ങനെ വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിങ്ങനെ പ്രസ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ കുറച്ച് സമയം ഒരു 2 മണിക്കൂറെങ്കിലും ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. എന്നാൽ മാത്രമേ അത് നല്ല രീതിയിൽ ഉണങ്ങിയിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ നമ്മുടെ വീഡിയോ. നമ്മൾ വേസ്റ്റായിട്ട് കളയുന്ന കട്ട് പീസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ നല്ല ഭംഗിയായിട്ടുള്ള ഹെയർ ക്ലിപ്പൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു യൂസ്ഫുൾ ആയെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്